അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നന്മയും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടൊരു വിഷയം നമുക്കിന്ന് ചർച്ചയിൽ കൊണ്ടുവരാം. ഖുർആൻ നമ്മൾ പലപ്പോഴും പള്ളികളിലേക്ക് വഖഫ് ചെയ്യാറുണ്ട്, ദർസ് സ്ഥാപനങ്ങളിലേക്ക് വഖഫ് ചെയ്യാറുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ വഖഫ് ചെയ്യാറുണ്ട്. അങ്ങനെ വഖഫ് ചെയ്യുമ്പോൾ ചില ആളുകൾ അവരുടെ പേരും എഴുതാറുണ്ട്. ഇന്ന പള്ളിയിലേക്ക് ഇന്നയാൾ വഖഫ് ചെയ്യുന്നു എന്ന് പേരും എഴുതാറുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനാണല്ലോ, അവന്റെ കലാമാണല്ലോ, അതിൽ നമ്മുടെ പേരെങ്ങനെ എഴുതാൻ പാടുണ്ടോ? നമ്മൾ പലർക്കും അങ്ങനെ ഒരു സംശയം ഉദിക്കാറുമുണ്ട്. എന്നാലും ചിലർ സംശയമുണ്ടെങ്കിൽ തന്നെ അങ്ങനെ പേരെഴുതും. അതിന്റെ മതപരമായ വിധി എന്താണെന്ന് പലപ്പോഴും അന്വേഷിക്കാറില്ല. അത് ഹറാമാണോ ഹലാലാണോ, അനുവദിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. ഏതൊരു വിഷയം ചെയ്യുമ്പോഴും അതിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്തെന്ന് നിർബന്ധമായിട്ടും നാം അന്വേഷിച്ചിരിക്കണം. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇസ്ലാം പറഞ്ഞിട്ടുള്ള ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ വേണം നാം മുന്നോട്ട് നീങ്ങാൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയാണ്, നിർബന്ധമാണ്, പരലോക വിജയത്തിന് പ്രധാന അടിത്തറ കൂടിയാണ്. അല്ലാഹു തആല ദീനിയായ കാര്യങ്ങളിൽ തന്നെ മുന്നോട്ട് സഞ്ചരിക്കുവാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ ഒരാളുടെ പേരെഴുതൽ, അതിൽ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫത്താവൽ ഹദീസിയയിൽ ഈ വിഷയ സംബന്ധമായ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. വലാഹിറുൻ, വ്യക്തമാണ്, അന്നഹു യജൂസു അൻ യുക്തബ, എഴുതൽ അനുവദനീയമാണ്, അലൽ മൗഖൂഫി, വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിന്റെ മേൽ, അതിപ്പോ ഖുർആൻ ആവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, അതിൽ എഴുതൽ അനുവദനീയമാണ്. അന്നഹു വഖഫുൻ അലാ കദ, ഇന്ന സ്ഥാപനത്തിലേക്ക് ഇന്ന പള്ളിയിലേക്ക് ഞാനത് വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതൽ അനുവദനീയമാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്. വഅന്ന ഫുലാനൻ വഖഫഹു ലിമാ ഫീഹി മിനൽ മസ്ലഹത്തി അൽ ആമിയ, എന്ന് മാത്രമല്ല ഇന്നയാൾ അതിന് വഖഫ് ചെയ്തു എന്നും എഴുതൽ. ഇന്നയാൾ അതിനെ വഖഫ് ചെയ്തു. ഇപ്പോൾ ആരാണ് വഖഫ് ചെയ്യുന്നത്? ആ ആള് ഇന്ന പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന് വേണ്ടി വഖഫ് ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആനിൽ എഴുതൽ അനുവദനീയമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫത്താവൽ ഹദീസിൽ പറയുകയാണ്. വ അലൈഹിൽ ഇജ്മാഉൽ ഫിഅലിയുൽ, എന്ന് മാത്രമല്ല അത് ജനങ്ങൾ ചെയ്തു വരുന്ന കാര്യം കൂടിയാണ്, ഐക്യകണ്ഠേന ചെയ്തു വരുന്ന കാര്യം കൂടിയാണ്.